നാട്ടിൽ കിട്ടുന്ന നാടൻ നെയ്യുടെ അതേ രുചിയിലും മണത്തിലും നമുക്കിവിടെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം. കെറിഗോൾഡിൻ്റെ 2 ക്യൂബ് ബട്ടറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തുടക്കം മുതൽ അവസാനം വരെ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കല്ലേ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റായി കിട്ടി കഴിയുമ്പോഴത്തേക്കിനും ഇതിനൊന്ന് ടെക്സ്ചർ മാറും, ഇതൊന്ന് പതഞ്ഞു തുടങ്ങും. പതഞ്ഞു തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം നന്നായിട്ട് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഗോൾഡൻ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലോട്ടായിട്ട് വരും. ഇടയ്ക്കൊന്ന് പതിഞ്ഞ് വരുമ്പോൾ നമ്മളിത് മോശമായി പോയെന്നോ പാളിപ്പോയെന്നോ വിചാരിക്കേണ്ട കാര്യമില്ല. നല്ല മണമൊക്കെ വരും. നാടൻ നെയ്യുടെ മണമാണ് കേട്ടോ ഇതിങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിന് ശേഷം ഇതിൻ്റെ കളർ മാറി ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാറാനെ കൊണ്ട് വെക്കാം. അപ്പോൾ ഈ പതയൊക്കെ ഒന്ന് സൈഡിലോട്ട് അടിയും. ഇങ്ങനെ ഉരുക്കിയെടുത്ത നെയ്യുടെ ഈ മട്ട് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അത് നല്ല ബ്രൗണോ നല്ല ഡാർക്ക് ബ്രൗണോ ആയിട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ നെയ്യ് റെഡി ആയെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ റെഡിയായി കഴിയുന്ന നെയ്യ് ചൂടാറി കഴിയുമ്പോൾ നല്ലൊരു ചില്ലു കുപ്പിയിലോട്ട് ഇതുപോലെ അരിച്ച് മാറ്റി നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ നമുക്ക് കുറേ നാളിങ്ങനെ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഒഴിക്കാൻ പറ്റും. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അസല് ടേസ്റ്റാണ്. ഇങ്ങനെ നെയ്യ് ഉണ്ടാക്കി ഉപയോഗിക്കാൻ തുടങ്ങിയ കടയിൽ നിന്ന് നമുക്ക് നെയ്യ് മേടിക്കാനേ തോന്നുകയില്ല കേട്ടോ.